അയ്യപ്പ ശരണം. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ളതും വിവാദപരമായ നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ളതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഒരു ഘട്ടത്തിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുകയും ആ നിലപാട് മാറ്റുകയും പിന്നീട് യുവതീ പ്രവേശനത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയും ചെയ്ത ദേവസ്വം ബോർഡ് അതിൻ്റെ വിശ്വാസ്യത ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ശ്രീ പി.സി. ജോർജിനോട് എനിക്ക് ആമുഖമായി ചോദിക്കാനുള്ളത്, ദേവസ്വം ബോർഡ് അവിശ്വാസികളുടെ നിയന്ത്രണത്തിലാവുന്ന ഒരു സാഹചര്യം, അത് ഭരണഘടനാനുസൃതമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പല സർക്കാരുകൾ മാറി മാറി വന്നിട്ടുണ്ട്. ആ സർക്കാരുകളുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും സർക്കാരിൻ്റെ രാഷ്ട്രീയം നടപ്പിലാക്കുവാൻ ദേവസ്വം ബോർഡ് നിർബന്ധിതമാകുന്നു. അതിൻ്റെ ഏറ്റവും മോശമായ, ഏറ്റവും പരിതാപകരമായ ഒരു ചിത്രമാണ് നാം ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്താണൊരു പരിഹാരം? ആദ്യത്തെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ദേവസ്വം ബോർഡിൽ വിശ്വാസി അല്ലാത്തവൻ ഇരിക്കാൻ പാടില്ല. വിശ്വാസികൾ, ദൈവവിശ്വാസം ഇല്ലാത്തവർ ദേവസ്വം ബോർഡിൻ്റെ ഒരു മെമ്പറുമായിട്ട് ഇരിക്കുന്നത് ശരിയല്ല. അത് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാകുമ്പോൾ ഏറ്റവും വലിയ വിശ്വാസികളുടെ 5.5 കോടിയോളം അയ്യപ്പ ഭക്തന്മാരാണ് ഒരു വർഷം മിനിമം അയ്യപ്പ ഭഗവാനെ കാണാനെത്തുന്നത്. ആ അയ്യപ്പ ഭഗവാനെ വിശ്വാസം ഇല്ലാത്ത ആളെ പിടിച്ച് വരുന്നതിനാണ് ദേവസ്വം ബോർഡ് പിടിച്ചിരുത്തുന്നത്. അവരവിടെ നിന്ന് മാറ്റണം. ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റി ഒരു വാക്ക് ഞാൻ പറയാം. യാതൊരു കാരണവശാലും ആ പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ മെമ്പർ 3 ഇരിക്കാൻ അവകാശമില്ല. അവർ വിശ്വാസികളല്ല. ആ ശങ്കരദാസ് നമ്മുടെ അയ്യപ്പ ഭഗവാന്റെ സന്നിധാനത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ സങ്കടം തോന്നി. അങ്ങേർക്ക് വിശ്വാസികളെ പിന്നെ എന്തിനു ഈ സ്ഥാനത്ത് നിൽക്കുന്നു? അദ്ദേഹം വലിയ തെറ്റാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പത്മകുമാറിന് വിശ്വാസമുണ്ട്. കാരണം പത്മകുമാറിൻ്റെ വല്യമ്മ കൊച്ചായിരുന്ന 28 ഈ പത്മകുമാറിനെ 28 ദിവസം പ്രായമുള്ളപ്പം ശബരിമല ചുവന്നുകൊണ്ട് പോയിട്ടുള്ളതാണ്. ആ പത്മകുമാറിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന പിണറായി സഖാവിനെ കാണുമ്പോൾ പേടിയാണ്. അതുകൊണ്ടാണ്, വിശ്വാസമുണ്ട്. അപ്പോൾ പുള്ളി മാന്യമായി ചെയ്യേണ്ടതിന് രാജിവെച്ച് പിരിയുക, എനിക്ക് പറ്റുകയെന്ന് പറയണം. അത് അദ്ദേഹം തയ്യാറില്ല. ആ ഒരു തെറ്റാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എനിക്ക് വളരെ ശക്തമായിട്ട് പറയാനുള്ളത്, എന്ത് പറഞ്ഞാലും ഉടനെ പറയും ദേവസ്വം ബോർഡ് പിരിച്ചു വിട്ടാലെങ്ങനെയാണ്? ദേവസ്വം ബോർഡല്ലേ, എങ്ങനെയാണ് ദേവസ്വം ബോർഡ് എടുത്ത് വന്നത്? ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഭരണം നടത്തുന്നത് പള്ളി കമ്മിറ്റിയാണ്. ബിഷപ്പിന് അധികാരമുണ്ടെങ്കിലും പള്ളിയുടെ അനുദിന കാര്യങ്ങൾ നോക്കുന്നത് അവിടെ പള്ളി കമ്മിറ്റിയും വികാരി അച്ഛനാണ്. മുസ്ലിങ്ങളുടെ മോസ്കുണ്ട്, ആ മോസ്കിൻ്റെ ഭരണം നടത്തുന്നത് പള്ളിക്ക് ഒരു മഹൽ കമ്മിറ്റിയാണ്. ആ മഹൽ കമ്മിറ്റിയുടെ അധികാരമാണ് അവിടെ വരുന്നത്. അവിടെ ഗവൺമെൻറ്റൊന്നും അധികാരമില്ല. ഇവിടെ സംഭവിച്ചെന്താ, നമ്മുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ രാജാവിൻ്റെ കീഴിലായിരുന്നു. ആ രാജാവിൻ്റെ കീഴിലായിരുന്ന രാജാവ് സ്വയം മാറി ജനാധിപത്യം വന്നപ്പം ഗവൺമെൻറ്റിന് കയ്യിലായി. ഗവൺമെൻറ് വെച്ച ഒരു ആയുധമാണ് ഈ ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ നമ്മുടെ ശാന്തിമാർക്കും ക്ഷേത്ര അനുദിന ചെലവിനും കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഇതിങ്ങനെ വിടാൻ പറ്റുകയില്ല. അയ്യപ്പ ഭക്തന്മാരോട് കാണിച്ച ഈ നന്ദികെട്ട പരിപാടി അവസാനിപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ. ഒരൊറ്റ വിശ്വാസി ക്ഷേത്രത്തിൽ നേർച്ചയിടരുത്. ഏത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ നേർച്ചയിടരുത്. പിന്നെ എന്നാ ഇടണം? ആ എന്തെങ്കിലും ഇടണം എന്നുള്ളതാണോ? പോയിട്ടേക്കണം സ്വാമി ശരണം എന്ന് എഴുതിയിട്ടേക്കണം, കുഴപ്പമില്ലല്ലോ. ദേവനെയും ദേവിയെയും സ്തുതിച്ചുകൊണ്ട് ഒരു കത്തെഴുതി നേർച്ചയിട്ടേക്കണം. അങ്ങനെ വരുമ്പം ചോദ്യം വരുന്നു, ഈ ക്ഷേത്രങ്ങളിലെ മറ്റ് ക്ഷേത്രങ്ങളുടെ ഭരണം എങ്ങനെ നടക്കും? 1300 ക്ഷേത്രം മറ്റെന്നാ പറയും, എനിക്കിങ്ങനെ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല. 1248 ക്ഷേത്രമുണ്ട്. ആ 1248 ക്ഷേത്രത്തിലും ഇതുപോലെ പണമില്ലാതെ, നേർച്ച ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയാണ് ശമ്പളം കൊടുക്കേണ്ടതും നിത്യദാന ചെലവ് കാശ് മുടക്കേണ്ടതും. സർക്കാർ ഖജനാവിൽ ഇപ്പോൾ ഉള്ള 2 കൊല്ലം തികയില്ല, പോട്ടെ. അതില്ലാതെ വരുമ്പോൾ സർക്കാരിൻ്റെ ബാധ്യതയാവും. സർക്കാരിൻ്റെയാണ് ഇപ്പോൾ ക്ഷേത്രങ്ങൾ, സർക്കാർ ഇത് നടത്തണം. സർക്കാരിൻ്റെ ബാധ്യതയാണ് ഈ ക്ഷേത്രങ്ങൾ നടത്തേണ്ടത്. ശമ്പളവും കൊടുക്കണം, നിത്യദാന ചെലവും കൊടുക്കണം.
അപ്പോൾ പറ്റുകയില്ല, എന്താവും? ഇത് പറ്റുകയില്ല. അപ്പോൾ എന്താവും? വിശ്വാസികളെ തന്നെ ക്ഷേത്രം ഏൽപ്പിക്കും. ഓരോ പ്രദേശത്തുമുള്ള ക്ഷേത്ര വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി അവിടെ നിന്നൊരു കമ്മിറ്റി എടുത്ത് അവർക്ക് ക്ഷേത്രം വിട്ടുകൊടുത്തേക്കണം. അവർ നിത്യനേർച്ചകൾ നടത്തും, പൂജാരിക്കും കൊടുക്കാനുള്ള കൊടുക്കും, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കൊടുത്തോളും. ദേവസ്വം ബോർഡേ പിരിച്ചുവിടണം, ഇതിനാവശ്യമില്ല. എല്ലാ ക്ഷേത്രങ്ങളും 1248 ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഭരണ സംവിധാനം ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ ഇതിന് പരിഹാരമുള്ളൂ. ഹിന്ദു എപ്പോഴും പാവങ്ങളാണെന്നുള്ളതാണ്. ഹിന്ദുവിന് എന്തും ആകാമല്ലോ. ഹിന്ദു ഒരു കൾച്ചറല്ലേ, അവൻ സഹിക്കുന്നവനാണ്. ഞാൻ ചോദിക്കട്ടെ, അയ്യപ്പ ഭഗവാന്റെ അടുത്തോട്ട് ഈ പണി നടത്തിയ പിണറായിക്ക് തൻ്റെ ഇടമുണ്ടോ? പാളയം മുസ്ലിം പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? അവിടെ സ്ത്രീകളെ കയറ്റണമെന്ന് സഹാക്കന്മാർ പറയുന്നത്. അവർക്കിപ്പോഴും പള്ളി മുസ്ലിം സ്ത്രീകളെ കയറ്റാം, പക്ഷേ അത് അവർക്ക് മറച്ചു കെട്ടി വെച്ചിരിക്കുക. ആ മറച്ചു കെട്ടൊന്ന് മാറ്റാൻ പറയാമോ? കാണാം വിവരം. ഇവിടെ ക്രിസ്ത്യാനി ഇവിടെ പ്രസംഗിക്കുന്നുണ്ട് പല മാന്യന്മാരും. കന്യാസ്ത്രീകളെ കുമ്പസാരിപ്പിക്കുന്ന ആരാന്ന് അതൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ തീരുമാനിച്ചോളാം, സഹാക്കന്മാർ തീരുമാനിക്കണം. മനസ്സിലായോ? അത് അവിടെ മാർപ്പാപ്പ ഉണ്ട്, അവിടെ കത്തോലിക്ക സഭയ്ക്ക് മാർപ്പാപ്പമാരുണ്ട്, എല്ലാ സഭയ്ക്കും അവരുടെ നേതാക്കന്മാരുണ്ട്, ബിഷപ്പുമാരുണ്ട്, കാതോലിക്കോസ് ഉണ്ട്, ഓർത്തഡോക്സ്, അതുപോലെ മറ്റ് സഭ CSI, പെന്തിക്കോസ് ഒരു രാജ്യം മുഴുവൻ പ്രാർത്ഥിച്ച് നടക്കുന്നവരാണ്. അവർ തീരുമാനിച്ചു. അതിലൊന്നും രാഷ്ട്രീയക്കാരനും ഭരണാധികാരിയും ഇടപെടാൻ പാടില്ല. എൻ്റെ ക്രിസ്ത്യാനി എന്ന് മാത്രമല്ല, ഹിന്ദുവിൻ്റെ മാത്രമല്ല, മുസ്ലിമിൻ്റെ മാത്രമല്ല, ഒരു മത ആചാരങ്ങളിലും ഒരു സർക്കാരും, ഇത് UDF അല്ല, ഒരു സർക്കാരും ഇടപെടേണ്ട. അതത് മതവിശ്വാസത്തിനനുസരിച്ച് ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള ചുമതല അവർക്ക് വിട്ടുകൊടുക്കുക. നമ്മളത് ഇടപെടാൻ പാടില്ല, ഇടപെടാൻ മാറി നിൽക്കുക എന്നാണ് ശരി എന്നാണ് എൻ്റെ അഭിപ്രായം. അയ്യപ്പ ശരണം. പ്രയാർ ഗോപാലകൃഷ്ണൻ, അങ്ങ് ഈ ദേവസ്വം ഭരണത്തിലെ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. മുഖ്യമന്ത്രിയുടെ തീട്ടൂരങ്ങൾ കേൾക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അങ്ങേക്ക് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. എന്ത് പരിഹാരമാണ് അങ്ങ് മുന്നിൽ കാണുന്നത് ഈ ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയ വിമുക്തമാക്കുന്നത്, അല്ലെങ്കിൽ അവിശ്വാസികളുടെ നിയന്ത്രണത്തിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് എന്ത് പരിഹാരമാണ് അങ്ങ് കാണുന്നത്? ഇവിടെ ഒരു നിർദ്ദേശം വന്നത് ദേവസ്വം ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുന്നതും കാണിക്കയിടുന്നതും നിർത്തിവെക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളി ചെന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അവിടെ നശിക്കുന്നതും ക്ഷേത്രങ്ങൾ തന്നെയല്ലേ? മുഖ്യമന്ത്രി 365 ദിവസവും തുറന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞത് ദേവസ്വം നിയമം പഠിച്ചതുകൊണ്ടാണ്. ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ട്, ആ ആക്ട് അനുസരിച്ച് ദേവസ്വം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, പ്രസിഡൻ്റ് അടക്കമുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് നമ്മളുടെ MLA-മാരിൽ നിന്നും മന്ത്രിമാരിൽ നിന്നുമാണ്. അപ്പോൾ ഭൂരിപക്ഷം ആർക്ക് എന്ന് മാത്രം നോക്കിയാൽ പോരാ. ദൃഢപ്രതിജ്ഞ ചെയ്ത MLA-മാർക്ക് വോട്ടവകാശം കൊടുക്കരുത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത എത്ര MLA-മാരുണ്ടോ, എത്ര മന്ത്രിമാരുണ്ടോ അവർക്ക് വോട്ടവകാശം കൊടുക്കണം. ആ വോട്ടവകാശം കൊടുക്കുമ്പോഴുള്ള സത്യപ്രതിജ്ഞാ ലംഘനം നടത്തരുത്. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗമാകുന്നവരും രാഷ്ട്രീയ ഇടപെടലുകളിൽ പോകരുത് എന്ന കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. ജസ്റ്റിസ് പരിപൂർണനാണ് ആ തീരുമാനമെടുത്തത്. ഞാൻ പ്രസിഡൻ്റായതിനു ശേഷം ഞാൻ ഒരു രാഷ്ട്രീയ യോഗങ്ങളിലോ പാർട്ടി മീറ്റിങ്ങുകളിലോ പോയിട്ടില്ല. ഇപ്പോഴെന്താ ചെയ്യുന്നത്? 3 അംഗങ്ങളും പരസ്പര മത്സരത്തോടുകൂടി രാഷ്ട്രീയ വേദിയിൽ പോകുന്നു. രാഷ്ട്രീയ വേദിയിൽ പോയാലും വേണ്ടില്ല, സത്യപ്രതിജ്ഞാ ലംഘനം നടത്താതിരുന്നാൽ മതിയായിരുന്നു. അതും നടത്തുന്നു. അപ്പോൾ ഇതിനുള്ള പരിഹാരം ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർബന്ധപൂർവം അനുഷ്ഠിക്കാൻ കഴിയാതെ രാവിലെ ഒരഭിപ്രായവും ഉച്ചയ്ക്കൊരഭിപ്രായവും വൈകിട്ട് മറ്റൊരഭിപ്രായവും പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം സംവിധാനമെന്നേ പറയാൻ കഴിയുന്നുള്ളൂ. എല്ലാവരും തുല്യരാണ്. അത് നാളെ ഉണ്ടാകാൻ ഇടവരുത്തരുത്. ഇതെല്ലാം ഭക്തരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു വലിയ തർക്കമുണ്ടായിരുന്നു. 5 ലക്ഷം എന്നേക്കാൾ കൂടുതൽ 5 കോടി ആൾക്കാർ ശബരിമലയിൽ എത്തുന്നു എന്ന കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്
687 കോടി രൂപ ആ വർഷത്തെ വരുമാനമുണ്ട് എന്ന കണക്ക് ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ കൊടുത്തത്. പക്ഷേ നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നു ഭക്തരുടെ എണ്ണം ഞാൻ ഇരട്ടിയായി പെരുപ്പിച്ച് കാണിച്ചുവെന്ന്. ഭക്തരുടെ എണ്ണം ഞാൻ പെരുപ്പിച്ച് കാണിക്കാം. അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് താല്പര്യം, പ്രത്യേകിച്ച് ഗുണമെന്താ? പക്ഷേ വരുമാനത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞതുമില്ല. കുറഞ്ഞുപോയി. വരുമാനം കുറഞ്ഞതല്ല, കേവലം 130 കോടി രൂപ പോലും ഈ വർഷം ലഭിച്ചില്ല. ഭക്തർ നമ്മളാരും ആവശ്യപ്പെട്ടില്ലെങ്കിലും ശബരിമലയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കുവാൻ, അതല്ല എങ്കിൽ ഒരു സമയം ചോദിച്ചുകൊണ്ട് വിധി നടപ്പിലാക്കുവാനുള്ള സമയം ചോദിച്ചുകൊണ്ട് ഒരു അർജി കൊടുക്കുവാൻ ബോർഡ് തയ്യാറായില്ല. ബോർഡ് അത് കൊടുക്കും എന്ന് പറഞ്ഞതല്ലാതെ ഞങ്ങളെല്ലാം നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ അവരുടെ അഭിഭാഷകൻ വന്ന് അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറഞ്ഞ അവസരത്തിൽ ഏത് പ്രായത്തിലുമുള്ള യുവതികൾക്ക് കയറാം എന്ന അഭിപ്രായമാണ് പറഞ്ഞത്. ഗവൺമെൻറ് എന്തു പറഞ്ഞോ അത് അംഗീകരിച്ചു. ഇപ്പോൾ ബോർഡ് പ്രസിഡന്റ് പറയുന്നു അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന്. ബോർഡ് പ്രസിഡന്റ് അറിയാതെ ശബരിമലയിൽ ഭരണം നടക്കുന്നു. ആ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു. മുഖ്യമന്ത്രി കണ്ണുരുട്ടുമ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് അല്ല, പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ കമ്മീഷണർ പറയുന്നു ഇതെല്ലാം തീരുമാനമെടുത്തിട്ടാണെന്ന്, പ്രസിഡന്റ് പറയുന്നു തീരുമാനമെടുത്തിട്ടില്ലെന്ന്. അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയാണ് ഞങ്ങളോടൊപ്പം സുപ്രീം കോടതിയിലെ ആർഗ്യുമെൻ്റ് കേൾക്കാൻ വന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്ത് കൊടുത്തത്, അവർക്കുള്ള യാത്രാപ്പടിയും അനുബന്ധ കാര്യവും ചെയ്തത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെതിരായി കേസ് നടത്തിയ അനുഭവം നാളെ ഉണ്ടാകാതിരിക്കാൻ ഭക്തർ ഭഗവാൻ എന്തെങ്കിലും പഴമോ അല്ലെങ്കിൽ കർപ്പൂരമോ ചന്ദനത്തിരിയോ ഒക്കെ കൊടുക്കുന്ന അല്ലാതെ ഈ മാസശമ്പളം നമ്മുടെ ദേവസ്വത്തിലെ ജീവനക്കാർക്കൊക്കെ ലഭിക്കാൻ വേണ്ടി കാണിക്കയിടരുത് എന്ന് പറയുന്നതിനെ എതിർക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. ഈ കാര്യത്തിൽ നമുക്കെടുക്കേണ്ട ഒരു താല്പര്യം, ഇത് വിശ്വാസി സമൂഹത്തിന് വിട്ടുകൊടുക്കണം. ഇതര മതങ്ങളുടെ ദേവാലയങ്ങളുടെ ഭരണ സംവിധാനം നടത്തുന്നത് അതാത് പ്രദേശത്തുള്ള പള്ളി സമിതികളാണെങ്കിലും അല്ലെങ്കിൽ മഹലുകളാണെങ്കിലും ആണ്. ആ നിലയിലേക്ക് ഇത് നാളെ പോയാൽ വലിയ കുഴപ്പമുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ നമുക്ക് വേണ്ടത്, ഇത് ഒരു എല്ലാ ദേവാലയങ്ങൾക്കും ഒന്നുപോലെ വരുമാനമില്ല. 1249 ക്ഷേത്രങ്ങളുള്ളതിൽ കേവലം 61 ക്ഷേത്രങ്ങൾക്ക് മാത്രമേ സാമാന്യേന ചെലവനുസരിച്ചുള്ള വരുമാനമുള്ളൂ. ഇപ്പോൾ തന്നെ ധനലക്ഷ്മി ബാങ്കിൽ ഏതാണ്ട് 1230 കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഇന്നലെ ഞാൻ ഏതോ ഒരു പത്രത്തിൽ വായിച്ചു, ധനലക്ഷ്മി ബാങ്ക് റിസർവ് ബാങ്കിന് കൊടുക്കേണ്ട ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടി 150 കോടി രൂപ കൊടുത്തു എന്ന്. നിലവിലുള്ള ബോർഡാണ് കൊടുത്തത്. അതിൻ്റെ ആര് തീരുമാനമെടുത്തു? അതാര് നെഗോഷിയേറ്റ് ചെയ്തു? അങ്ങനെ കൊടുത്ത തുകയ്ക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിലവിലുള്ള ബോർഡും കമ്മീഷണറും ഒക്കെ മറുപടി പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം. അയ്യപ്പ ശരണം. താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ദേവസ്വം ബോർഡ് ഇന്നത്തെ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രായോഗിക പരിഹാരം എന്നുള്ളത് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടത് വിശ്വാസി സമൂഹത്തിനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. ഇതൊരു അമൂർത്തമായ ഒന്നാണ് ഈ വിശ്വാസി സമൂഹം എന്നുള്ളത്. എന്താണ് ഇതിനൊരു പ്രായോഗിക പരിഹാരം? കാരണം ദേവസ്വം ബോർഡിന് സർക്കാർ കാലാകാലങ്ങളിൽ നൽകി വരുന്ന ഗ്രാൻഡ് ഒരു ഔദാര്യമല്ലല്ലോ. അങ്ങനെ വലിയ ഗ്രാൻഡ് ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ ബഡ്ജറ്റിൽ 100 കോടി വർദ്ധിപ്പിച്ചു. 100 കോടി രൂപയെ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. യാതൊരു ഔദാര്യവുമില്ലാതെ, യാതൊരു ലുബ്ധതയുമില്ലാതെ 873 കോടി രൂപ കൊടുത്തുവെന്ന് പറഞ്ഞതല്ലാതെ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. അല്ല, അത് തന്നെ കൊടുക്കുന്നത് ദേവസ്വം സ്വത്ത്, ദേവസ്വം ഭൂമി
സർക്കാർ ഏറ്റെടുത്തതിന് പരിഹാരമായിട്ടാണല്ലോ. നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ട് എടുത്ത് നോക്കിയാൽ അറിയാം, 1810 കൽക്കത്ത ആക്റ്റും 1870 മദ്രാസ് ആക്റ്റും കൂടിയാണ് 1863 ഹിന്ദു റിലീജിയസ് ആക്ട് ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇവർ ദേവസ്വം ബോർഡ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ നൗ ഐ ഹാവ് ഗോട്ട് ദ റെക്കോർഡ്സ്. 1811-12 കേണൽ മൺറോ ഈ 1,20,000 ഏക്കർ സ്ഥലം അമ്പലങ്ങളുടെ ഏറ്റെടുത്തു. അന്ന് അതിൽ നിന്ന് കിട്ടിയിരുന്നത് 15.5 ലക്ഷം പറനെല്ലും 50,000 രൂപയുടെ വാല്യൂ ഉള്ള മറ്റ് സാധനങ്ങളും. അന്ന് അവരത് വാല്യൂ ചെയ്തു, 16 ലക്ഷത്തിന് വാല്യൂ ചെയ്തു. അതിൽ നിന്ന് പിന്നീട് വന്ന് പല നടപടികളുണ്ട്. ഈ ദേവസ്വം ബ്രഹ്മസ്വം അങ്ങനെയൊക്കെ വരുന്ന അക്കൗണ്ടിൽ വരുന്നതിലൊക്കെ ജനറൽ അക്കൗണ്ടിൽ റവന്യൂവിൽ പൈസ വരികയും അതിൽ നിന്ന് അമ്പലങ്ങൾ അന്നത്തെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത് അവിടേക്ക് വേണ്ട അരിയുടെ കാര്യമൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, നിവേദ്യമൊന്നും കുറയാതിരിക്കാനായിട്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് ഈ സർ CP ചെന്നൈയിൽ മദ്രാസിൽ അഡ്വക്കേറ്റ് ജനറലൊക്കെ ആയിരിക്കും 1922 ആ പീരീഡിൽ ഈ ഇഷ്യൂ അവിടെ ചെല്ലാൻ ഇടയായി ഇവിടുന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാ തെറ്റാണ്. കാരണം യു ആർ ഓൺലി എ ട്രസ്റ്റി. ഇത് ദേവസ്വത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോകേണ്ട പണമാണ്. നിങ്ങൾ ദേവസ്വം അക്കൗണ്ടിലാണ് ഇടേണ്ടിയിരുന്നത്. ഇതിൻ്റെ പഴയ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത്ര കോടി രൂപയുണ്ടാകും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഇവരൊരു 46 lakh rupees-ൻ്റെയും ബാക്കി കൊടുക്കുന്നതന്നെ വിച്ച് ഹാസ് നൗ ബിക്കം 1 crore rupees, വേർ 80 lakh rupees അല്ല 80 lakhs ഉള്ളൂ, 1 crore ഇല്ല, ഉണ്ട്. 80 lakh rupees ട്രാവൻകൂർ ദേവസ്വം ബോർഡിനും 20 lakh rupees അല്ലല്ല ഇവിടെ നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിനും കൂടി ആക്കിയത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 1,20,000 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കണക്കുണ്ടാക്കി നോക്കിയപ്പോൾ വാല്യൂ അനുസരിച്ച്, വാല്യൂ അല്ല ഗവൺമെൻറ് തരാതിരുന്ന ഫണ്ട് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വിത്ത് പീനൽ ഇൻട്രസ്റ്റ് ഇറ്റ് വിൽ കം ടു 4 ലക്ഷം കോടി രൂപ ഇപ്പോൾ കേരള സംസ്ഥാനം ഈ ദേവസ്വം ബോർഡിന് കൊടുക്കണം. അതായത് ഹിന്ദുക്കളുടെ അമ്പലം ഏറ്റെടുത്തതിന് ഗവൺമെൻറ് ഇത്രയും കാലം ദുരുപയോഗം ചെയ്ത ഫണ്ട്, അതായത് ട്രസ്റ്റി എന്ന നിലയിൽ എല്ലാം അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഗവൺമെൻറ് ഫണ്ടിലായിട്ട് ഉപയോഗിച്ചതിന് കിട്ടിയത്. ഇപ്പോൾ വാല്യൂ എടുക്കുകയാണെങ്കിൽ തന്നെ 1955 വാല്യൂ അനുസരിച്ച് ഇപ്പോൾ ഏകദേശം 258 crore rupees പെർ ഇയർ കിട്ടേണ്ടതാണ്. ഇതിൽ നിന്ന് കിട്ടേണ്ടതാണ്. അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും വർഷത്തെ കിടക്കാണ്. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡ് ശരിക്കും ഇപ്പോൾ ഈ കേസ് കൊടുക്കാൻ എല്ലാ റെക്കോർഡും കൊടുത്തിട്ടുണ്ട്, ബാക്കി റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ദേവസ്വത്തിന് ഇതിന് കേസ് കൊടുത്താൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദി. 4 ലക്ഷം കോടി രൂപ നമുക്ക് കിട്ടിയേ പറ്റും. അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. 1811 മുതലുള്ള കംപ്ലീറ്റ് റെക്കോർഡ്സ് അവൈലബിൾ ആണ്. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഇതാരും നോക്കിയിട്ടില്ല, ഇത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ദേവസ്വം ടു ഡിവോട്ടീസ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്. ഷെഡ്യൂൾ 7 ലിസ്റ്റ് 3 അനുസരിച്ച് കൺഗ്രന്റ് ലിസ്റ്റിൽ വരുന്ന 28th ഐറ്റമാണ് ഈ കംപ്ലീറ്റ് സാധനങ്ങൾ. ഇതുവരെ ഒരു സെൻട്രൽ ആക്ട് ഉണ്ടായിട്ടില്ല. ഒരു സെൻട്രൽ ആക്ട് 4-5 വകുപ്പുകൾ മാത്രം വെച്ച് പ്രൊമൾഗേറ്റ് ചെയ്താൽ മതി. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, ആർക്ക് ദേവസ്വം ബോർഡിലേക്ക് ഒരു ഇലക്ടറാകാം, വോട്ടറാകാം, അത് ഒന്ന് സനാതനധർമ്മ വിശ്വാസിയാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. 2, ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കാത്ത പൊളിറ്റിക്കൽ പാർട്ടിയിലോ അസോസിയേഷനിലോ ഇപ്പോഴോ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മെമ്പറായിരിക്കാൻ പാടില്ല. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടെയുള്ള നിയമങ്ങൾ, ഇപ്പോൾ ആൾറെഡി ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ് ഇപ്പോൾ വയലേറ്റ് ചെയ്ത സെക്ഷൻ 3, 15, 31 ഇതിൻ്റെയൊക്കെ വയലേഷൻസ് ഉണ്ടായാൽ അപ്പോൾ തന്നെ ദേ വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. ഇറ്റ് വിൽ ബി ഡീംഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ദാറ്റ് ദേ വെൻറ്റ് അഗെയിൻസ്റ്റ് ദ ബോർഡ്സ്. അവർ സത്യപ്രതിജ്ഞ ഇതിനെതിരായിട്ട് പോയിരിക്കുന്നു. സോ ദാറ്റ് വിൽ ഹാവ് ടു ബി ഡൺ. അതുപോലെ ഇതിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയാൽ ആ ദേവസ്വം ബോർഡിലേക്ക് ആർക്ക് എലക്ട്, ഇപ്പോൾ അങ്ങായിരുന്നു അദ്ദേഹമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെങ്കിൽ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നമ്മുടെ ഭക്തരുടെ പൈസയും ചെലവ് ചെയ്ത് ഭക്തർക്കെതിരായിട്ട് ആർഗ്യൂ ചെയ്യില്ലായിരുന്നു. തീർച്ചയായിട്ടും അക്കാര്യം ഉറപ്പിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡെങ്കിലും സ്വതന്ത്രമായിട്ട് നിന്നാണ്. സർക്കാരിന് എന്താണെങ്കിലും. പിന്നെ സർക്കാരിന് ഒരു സെക്യുലർ ഗവൺമെൻറ്റിന് ഇത്തരം കാര്യങ്ങളിൽ എന്താ പരിപാടി? സെക്യുലർ ഗവൺമെൻറ്റിന് ഇതിലൊരു യാതൊരു റോളും ഉണ്ടാകാൻ പാടില്ല. ദേ ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ ദിസ് അൺലെസ് ദർ ഇസ് എ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ. മനസ്സിലാവുന്നു? ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലൊക്കെ ചിലപ്പോൾ ചില ദളിതർക്ക് കയറാൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ടാവും. അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും, അതിൽ ഇടപെടണം.
പക്ഷേ ഇവിടെ ഈ പറയുന്ന മറ്റു മതങ്ങൾക്കുള്ള പോലെ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പം ശബരിമല ഇഷ്യൂയിൽ ഇത്ര ആവേശം ഇടപെട്ടു, ഇവിടെ ജാക്കബറ്റ്സ് ഓർത്തഡോക്സ് കോടതി വിധിയുണ്ട്, പിറവംപള്ളി ആ പിറവംപള്ളി കേസ്, അതൊക്കെ മന്ത്രിസഭ കമ്മിറ്റി വെച്ച് പഠിക്കാനായിട്ട് ആ ഒരു മര്യാദ ശബരിമലയോട് കാണിക്കാൻ കാണിച്ചില്ല. അത് മാത്രമല്ല, കാണിക്കാൻ പാടില്ലേ? അത് മനസ്സിലാക്കേണ്ടത് പൊതുജനം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞൊരു 10-70 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ജാതികളോ ജാതി വ്യത്യാസങ്ങളോ ആരോപിച്ചോ ഇനി ലിംഗവ്യത്യാസം ആരോപിച്ചോ ഒരു അമ്പലത്തിലും ഒരു അടിപിടിയും ഒരു കൊലപാതകവും നടന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ കൊലപാതകം നടന്ന പള്ളികളുണ്ട്, അവിടെയൊന്നും സർക്കാർ ഒന്നും ഏറ്റെടുത്തിട്ടില്ല. അത് പോട്ടെ, അത് എന്താ പറയുന്നത്, അവരെ പേടിയുണ്ട്, താടിയുള്ളപ്പന് പേടിയുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല. താടി എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ ഇതിനുള്ള പ്രതിവിധി പറയുന്ന ഇതാണ്, ഇതിന് ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ. ഒന്ന്, സെൻട്രൽ ഗവൺമെൻറ് ഇത് നിയമം മൂലം, ഈ പറയുന്ന ഒരു പുതിയ ആക്ട് മൂലം ദേവസ്വം ബോർഡുകൾ കംപ്ലീറ്റ് വിശ്വാസികളുടെ കയ്യിലാക്കാനുള്ള നിയമം ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, അതിലൊക്കെ ഉപരിയായിട്ട് ഒറ്റ കാര്യമുള്ളത്, എന്തുകൊണ്ടാണ് ഹൈന്ദവനെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കാം എന്ന് ഇവരെല്ലാം വിചാരിക്കുന്നത്? ആ ഹൈന്ദവർ ഒറ്റ കാര്യം തിരിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് 19-ലും 20-ലും 21-ലും കാണിച്ചു കൊടുക്കുക നമ്മൾ ഒന്നാണെന്ന്. ആ ഒരൊറ്റ കാണിച്ചു കൊടുക്കലോടുകൂടി വിശ്വാസിക്ക് മാത്രമേ വോട്ടുള്ളൂ എന്ന് നിശ്ചയിക്കുക. നമ്മളെ പന്ത് തട്ടുന്നവനെ നമ്മൾ തട്ടി അറേബ്യൻ സീലിടാതെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് അയക്കുക. ഇതാണ് ഇതിനുള്ള പ്രതിവിധി.